നമസ്കാരം, ഋഷിപ്രജ്ഞം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏഴിന്റെ അതിപ്രാധാന്യമുള്ള പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള മഹത്വത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഹൈന്ദവ ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും 7 എന്ന സംഖ്യ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. സപ്തസാഗരങ്ങൾ, സപ്തർഷികൾ, അങ്ങനെ 7മായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. നമുക്ക് അവയെ ഓരോന്നിനെയും അവയുടെ പ്രാധാന്യത്തെയും പരിശോധിക്കാം. സപ്തർഷികൾ ആരൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്നും മനസ്സിലാക്കാം. അഗസ്ത്യൻ, കശ്യപൻ, അത്രി, ഭരദ്വാജൻ, വ്യാസൻ, ഗൗതമൻ, വസിഷ്ഠൻ ഇവരൊക്കെയാണ് സപ്ത ഋഷികൾ. ഇനി സപ്ത ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. വാരണാസി, അയോധ്യ, കാഞ്ചീപുരം, മധുര, ദ്വാരക, ഉജ്ജയിനി, ഹരിദ്വാർ ഇവയൊക്കെയാണ് സപ്ത ക്ഷേത്രങ്ങൾ. ഇനി നമുക്ക് സപ്ത നദികൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, കാവേരി, നർമ്മദ, സിന്ധു ഇവയൊക്കെയാണ് സപ്ത നദികൾ. ഇനി സപ്ത കന്യകമാർ ആരൊക്കെയെന്ന് പറയാം. ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി ഇവരൊക്കെയാണ് സപ്ത കന്യകകൾ. ഇനി സപ്ത ഗ്രഹങ്ങളെ ഏതൊക്കെയാണെന്ന് പറയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, അതായത് നവഗ്രഹങ്ങളിൽ രാഹുകേതുക്കൾ ഒഴിച്ചുള്ള ഗ്രഹങ്ങളെയാണ് സപ്തഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതുകൂടാതെ പഞ്ചഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഒഴിവാക്കിയുള്ള ഗ്രഹങ്ങളാണ്. ഇനി സപ്ത പർവ്വതങ്ങളെ അറിയാം. ഹിമാലയം, മന്ത്ര, വിന്ധ്യൻ, നീടതം, നീലം, ഗന്ധമാദനം, ഹേമകൂടം ഇവയൊക്കെയാണ് സപ്തഗിരികൾ, അതായത് സപ്തപർവ്വതങ്ങൾ. ഇനി സപ്ത ജന്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ദേവൻ, മനുഷ്യൻ, മൃഗം, പക്ഷി, ഇഴജന്തുക്കൾ, ജലജീവി, സസ്യം ഇവയൊക്കെയാണ് സപ്തജീവികൾ അഥവാ സപ്തജന്മങ്ങൾ. ഇനി സപ്ത ചിരഞ്ജീവികളെ പരിചയപ്പെടാം. ഹനുമാൻ, വിഭീഷണൻ, മഹാബലി, വ്യാസൻ, മാർക്കണ്ഡേയൻ, പരശുരാമൻ, അശ്വത്ഥാമാവ് എന്നിവരാണ് സപ്ത ചിരഞ്ജീവികൾ. ഇനി സപ്ത പാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. അഹങ്കാരം, ദേഷ്യം, അസൂയ, കാമം, അമിതാഹാരം, അലസത, അത്യാഗ്രഹം ഇവയൊക്കെയാണ് സപ്തപാപങ്ങൾ. ഇനി സപ്ത ചക്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം ഇവയൊക്കെയാണ് സപ്തചക്രങ്ങൾ. ഇനി സപ്തമാരികൾ ഏതൊക്കെയാണെന്ന് പറയാം. സപ്തമാരികൾ എന്നാൽ സപ്തമഴകൾ എന്നാണ്. മഴകളെ 7 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സംവർദ്ധമാണ്, അതായത് മണിമഴ എന്നാണ് പറയുന്നത്. രത്നക്കല്ലുകൾ ഭൂമിയിൽ പൊഴിയുന്നതിനാണ് മണിമഴ അഥവാ സംവർദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് ആവർത്തമാണ്, അത് ജലമഴ തന്നെയാണ് സാധാരണ നമ്മൾ കാണുന്ന മഴ. മൂന്നാമത്തേത് പുഷ്കലാവർത്തമാണ്, സ്വർണം മഴയായി പെയ്യുന്നതാണ്. നാലാമത്തേത് ശങ്കാരിത്തമാണ്, അതായത് പൂമഴ, പൂക്കൾ മഴയായി പൊഴിയുന്നു. അഞ്ചാമത്തേത് ദ്രോണമാണ്, അത് മണ്ണ് മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നതിനെയാണ്. ആറാമത്തെ കാളമുഖി എന്നാണ് മഴയെക്കുറിച്ച് പറയുന്നത്, അതായത് കല്ലുകൾ മഴയായി പൊഴിഞ്ഞു വീഴുന്നു. ഏഴാമത്തേത് നീലവരുണമാണ്, അതായത് തീമഴ.